ഹായ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ലിസ്റ്റായിരുന്നു കണ്ടിരുന്നത്. ഈ ലെക്ചറിൽ നമ്മൾ ട്യൂപ്പിളാണ് കാണാൻ പോകുന്നത്. ഈ ലിസ്റ്റുമായിട്ട് വളരെ റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു സാധനമാണ് ഈ ട്യൂപ്പിൾ എന്ന് പറയുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ട്യൂപ്പിൾ ഈസ് എൻ ഇമ്മ്യൂട്ടബിൾ. അതായത് ഒരു തവണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റാത്ത ഒരു ഡാറ്റ ടൈപ്പാണ് ട്യൂപ്പിൾ എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിനകത്ത് നമ്മൾ പുതിയ എലമെൻസുകൾ ആഡ് ചെയ്തു, അതിനെ ഡിലീറ്റ് ചെയ്തു, അതിനെ മാനിപ്പുലേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്യൂപ്പിളിൽ അങ്ങനെയല്ല. ഒരു തവണ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മ്യൂട്ടബിളാണ്. അത് മോസ്റ്റ് കോമൺ ആയിട്ട് ഇൻ്റർവ്യൂസിലൊക്കെ ചോദിക്കുന്നതാണ്. ട്യൂപ്പിൾ എലമെൻറ്റ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. അതേസമയത്ത് ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് മ്യൂട്ടബിൾ. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ മൈ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ കൊടുക്കുകയാണ്. ഒരു ട്യൂപ്പിൾ നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് സിമ്പിൾ ബ്രേസസ് യൂസ് ചെയ്തിട്ടാണ്. ലിസ്റ്റ് നമ്മൾ സ്ക്വയർ ബ്രേസസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ട്യൂപ്പിൾ എന്ന് പറയുന്നത് സിമ്പിൾ ബ്രേസസ് വെച്ചിട്ടാണ് യൂസ് ചെയ്യുക. ആവശ്യമുള്ള എലമെൻസുകളൊക്കെ നമുക്കതിനകത്ത് കൊടുക്കാം. എന്നിട്ട് സപ്പോസ് നമ്മളത് പ്രിൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, സപ്പോസ് മൈ ട്യൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഈ സാധനം കാണാം. ഇതിൻ്റെ ടൈപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് എന്താണെന്ന് നമുക്കറിയും. സോ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇറ്റ്സ് എ ട്യൂപ്പിൾ. ഓക്കെ, ഇത് നമുക്ക് ഇതുപോലെ സിമ്പിൾ ബ്രേസസ് വെച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡ് തന്നെയുണ്ട്. ബ്രാക്കറ്റിനകത്ത് നമ്മൾ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് ഈ സാധനം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ട്യൂപ്പിളായിട്ട് തന്നെയാണ് അത് കാണിക്കുക. ഓക്കെ, ഈ രണ്ട് രീതിയിൽ നമുക്ക് ട്യൂപ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റ് പോലെ തന്നെ ട്യൂപ്പിളിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സും ആഡ് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഈ 1 2 3 4 5 6 എന്ന് പറയുന്ന ഒരു ഇൻറ്റിജറാണ്. നമുക്കതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ മിക്സ്ഡ് ആയിട്ട് സ്ട്രിങ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. സപ്പോസ് ഡോഗ്. ലിസ്റ്റിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതുപോലെ സ്ട്രിങ്ങും ഇൻറ്റിജറും ആയിട്ടുള്ള മിക്സുകളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഈ ടൈപ്പ് നമുക്കിനി ആവശ്യമില്ല. സോ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും ഇതുപോലെ കിട്ടുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ട്യൂപ്പിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതേ സമയത്ത് ഇതിനകത്തുള്ള എലമെൻസിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാനോ ഇതിലേക്ക് പുതിയതായിട്ട് ആഡ് ചെയ്യാനോ, അതായത് നമ്മൾ ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ഈ ട്യൂപ്പിളിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ അതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം മൈ ട്യൂപ്പിൾ എന്ന് പറഞ്ഞിട്ട് ഡോട്ട് അപ്പെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ആ ലിസ്റ്റ് കാണുന്ന തന്നെ ഇല്ല. ഓക്കെ, സാധാരണ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പോലെ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരേണ്ടതാണ്, പക്ഷേ നമുക്ക് വരുന്നില്ല. സോ അപ്പെൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനൊന്നും അതിനകത്ത് അവൈലബിൾ അല്ല. നമുക്കിതിനകത്തുള്ളൊരു സിംഗിൾ എലമെൻറ്റും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പോൾ മൈ ട്യൂപ്പ് എന്ന് പറയുന്ന ഈ ഒരു കംപ്ലീറ്റ് ട്യൂപ്പിൾ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അല്ലാതെ ഓരോ എലമെൻറ്റിനെയും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് വരുന്ന സമയത്താണ് ട്യൂപ്പിൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. ഇനി നമ്മൾ ട്യൂപ്പിളിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, സപ്പോസ് എനിക്കൊരു സിംഗിൾ എലമെൻറ്റ് ട്യൂപ്പിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ സിമ്പിൾ ബ്രാക്കറ്റിനകത്ത് 1 എന്ന് കൊടുത്തിട്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് അതിൻ്റെ ടൈപ്പ് നമ്മളൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇൻറ്റിജറായിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. സോ എപ്പോഴും നമുക്കതൊരു ട്യൂപ്പിളായിട്ട് ഫോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു സിംഗിൾ എലമെൻ്റ് ആണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമ്മളൊരു കോമ ഇട്ട് കൊടുക്കണം. ഒരു എലമെൻറ്റിന് ശേഷം നമ്മൾ കോമ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മളിത് പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അതൊരു ട്യൂപ്പിളായിട്ടായിരിക്കും എടുത്തിട്ടുണ്ടാവുക. സോ ഒരു സിംഗിൾ എലമെൻറ്റ് ട്യൂപ്പിളാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എലമെൻറ്റിന് ശേഷം യു മസ്റ്റ് പുട്ട് എ കോമ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് മനസ്സിൽ വെക്കുക. സോ ഇത് നമ്മളുടെ സാധാരണ ഒരു ട്യൂപ്പിളാണ്. നമ്മൾ ലിസ്റ്റിനകത്ത് ചെയ്ത പോലെ തന്നെ ഇതിനകത്തുള്ള പെർട്ടിക്കുലർ എലമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഫെച്ച് ചെയ്തെടുക്കാവുന്നതാണ്. സോ ട്യൂപ്പിളിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാനിവിടെ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരിക? നമ്മൾ ലിസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇൻഡെക്സ് ആണ് വരിക. സോ ഇവിടെയും ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? 0യിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് 0th ഇൻഡെക്സ്, ദിസ് ഇസ് ഫസ്റ്റ് ഇൻഡെക്സ്. സോ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡോഗാണ് ഇവിടെ വരിക, 1 അല്ല വരിക. ഓക്കെ, ഇൻഡെക്സിങ് എപ്പോഴും 0യിൽ നിന്നാണ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ എനിക്കൊരു റേഞ്ച് ഓഫ് വാല്യൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ഇൻഡെക്സ് തൊട്ട്
ഫോർത്ത് ഇൻഡെക്സ് വരെയാണ്. ഫിഫ്ത്ത് ഇൻഡെക്സ് അല്ല വരെ, ഫോർത്ത് ഇൻഡെക്സ് ആണ്. നോക്കി അറിയാം, ദിസ് ഇസ് 1 2 3 4. ഓക്കെ, 3 വരെയാണ് വരുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ ഇൻഡെക്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് ലാസ്റ്റ് എലമെൻറ്റ് -1 ആണ് നമുക്കെപ്പോഴും വരും. സോ ഇതുപോലെ ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് വേണമെങ്കിലും ലിസ്റ്റിൽ എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ട്യൂപ്പിളിനകത്തും എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നെഗറ്റീവ് ഇൻഡെക്സിങ് നമുക്കവിടെ അവൈലബിൾ ആണ്. -1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഫസ്റ്റ് വാല്യൂ ആയിരിക്കും എനിക്ക് കിട്ടുക 7. അതേപോലെ -2 എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് സെക്കൻഡ് ലാസ്റ്റ് ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ -2 എന്ന് ഞാൻ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് റിവേഴ്സ് ഓർഡറിലായിരിക്കും. അതായത് 7 6 റൈറ്റ് സൈഡിൽ നിന്നുള്ള 2 എനിക്ക് കിട്ടുക. ഓക്കെ, സോ ആ ഒരു ടൈപ്പ് റൈറ്റ് സൈഡിൽ നിന്ന് നെഗറ്റീവ് ഇൻഡെക്സിങ് യൂസ് ചെയ്തിട്ടും നമുക്ക് ട്യൂപ്പിളിനകത്ത് ലിസ്റ്റിൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ട്യൂപ്പിളിനകത്തുള്ള വേറെ മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ട്യൂപ്പിൾസിനെ കൺകാറ്റിനേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. സപ്പോസ് ഞാനിവിടെ മൈ ട്യൂബ് 2 എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്, ഇത് ഞാൻ 1 എന്നും പറഞ്ഞ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഞാൻ വേറെ എന്തെങ്കിലും വാല്യൂസ് കൊടുക്കുകയാണ്, മേ ബി 0 1 2 3. ഓക്കെ, ഇനി ഈ 2 സാധനം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യിക്കാവുന്നതാണ്. ദാറ്റ് ഈസ്, സോ ഇവിടെ ഞാനിപ്പം 2 ട്യൂപ്പിൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു തേർഡ് ട്യൂപ്പിളിലേക്ക് കമ്പൈൻ ചെയ്തിട്ട് അനദർ ട്യൂപ്പിളാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ബ്രാക്കറ്റിനകത്ത് ഈ ട്യൂപ്പിൾസിൻ്റെ വാല്യൂസ് കൊടുത്താൽ മതി. സോ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ വൈ ട്യൂപ്പ്, ഓക്കെ, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ട്യൂപ്പിൾ ആദ്യത്തെ എലമെൻ്റ് ആയിട്ടും സെക്കൻഡ് ട്യൂപ്പിൾ സെക്കൻഡ് എലമെൻ്റ് ആയിട്ടും നമുക്ക് കിട്ടും. സോ ഇതുപോലെയുള്ള മാനിപ്പുലേഷൻസുകളൊക്കെ നമുക്ക് പോസിബിളാണ്. സപ്പോസ് ഇനി എനിക്ക് ഈ ഒരു ട്യൂപ്പിളിനെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക, അവിടെയും നമുക്കത് പോസിബിളാണ്. ആകെ ഡിലീറ്റ് ആൻഡ് ക്രിയേഷൻ ഓഫ് ട്യൂപ്പിളാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. സോ സപ്പോസ് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് DEL ദെൻ മൈ ട്യൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമാൻഡാണ് നമ്മളവിടെ യൂസ് ചെയ്യുക. സോ നമുക്കിതൊന്ന് ജസ്റ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡിലീഷന് ശേഷം ഞാനിതൊന്ന് പ്രിൻ്റ് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ എറർ കാണിക്കും, മൈ ട്യൂബ് ഈസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് ഡിലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതുപോലെയുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസുകളാണ് നമുക്ക് ട്യൂപ്പിളിനകത്ത് പോസിബിൾ. നമുക്ക് ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ടാണ് അത് വരിക. ചില കേസുകളിൽ നമുക്ക് ചില എലമെൻസുകൾ ഉണ്ടാക്കേണ്ടി വരും. അത് ഡിലീറ്റ് ആയി പോവാതിരിക്കേണ്ട സിറ്റുവേഷൻസുകളും അതിനെ മാനിപ്പുലേഷൻസ് നടക്കേണ്ടാത്ത സിറ്റുവേഷൻസുകളും, പക്ഷേ ആ എലമെൻറ്റ്സ് നമുക്ക് പല ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളിലൊക്കെയാണ് നമ്മൾ മോസ്റ്റ്ലി ട്യൂപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് യൂസ് ചെയ്യുക. ഓക്കെ, അതൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.